ഇന്ന് നമ്മൾ ഒരു നല്ല നാടൻ അച്ചപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ടൊക്കെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന രുചിയിലുള്ള നല്ല നാടൻ അച്ചപ്പമാണ്. കടയിലൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല ഇത്രയും രുചിയിൽ ഒരു അച്ചപ്പം. പിന്നെ ഈ ഒരു അച്ചപ്പത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ അരി കുതിർത്ത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റുള്ള അച്ചപ്പത്തിന്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. വറുത്ത പത്തിരിപ്പൊടിയാണ്, നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ. ഇപ്പോൾ വീട്ടിൽ പൊടിച്ചതായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നല്ല നൈസ് പൊടിയായിരിക്കണം എന്നേ ഉള്ളൂ. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണേ. അതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് അടിച്ച് പതപ്പിച്ചെടുക്കാം. നല്ല ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് നന്നായിട്ട് അടിച്ച് നല്ല അതിൻ്റെ ഒരു മുട്ടയുടെ കളറൊക്കെ മാറി വെള്ള കളറിൽ ആ ഒരു പതഞ്ഞ് വരട്ടെ. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കൂട്ട് നമ്മുടെ പൊടിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് വെക്കാം. പൊടിയിലെല്ലായിടത്തും എത്തത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. 1 കപ്പ് തേങ്ങയാണ് എടുക്കുന്നത്. തേങ്ങയിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് എന്നിട്ട് ബാക്കി 1 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചങ്ങ് കലക്കി നമുക്ക് തേങ്ങയുടെ പാലെടുത്ത് വെക്കാം. അപ്പോൾ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ പശുമ്പാൽ എടുത്താലും മതി കേട്ടോ. അപ്പോൾ പശുമ്പാലോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടേസ്റ്റിന് അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ പണ്ടത്തെ ആ ഒരു നൊസ്റ്റാൾജിക് ടേസ്റ്റ് ഉണ്ടാവില്ല. പണ്ടൊക്കെ നമ്മുടെ അമ്മൂമ്മമാരുണ്ടാക്കുന്നത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാകും. അത്രയും ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പശുമ്പാലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്ത് ബാറ്റർ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിപ്പം നല്ല കുറച്ച് തിക്കാണ്. നമ്മുടെ ബാറ്റർ എന്ന് പറഞ്ഞാൽ ദോശമാവിനെ കഴിഞ്ഞും ലൂസായിരിക്കണം. അപ്പോൾ അതൊന്ന് ലൂസാക്കി എടുക്കാൻ നേരത്തെ എടുത്ത തേങ്ങയുടെ 2ാം പാല് കുറച്ചെടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാലും മതി. ഇപ്പോൾ ഓരോ പൊടിയുടെ വ്യത്യാസത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും വരും. നമ്മൾ കുറേശ്ശെ ഒഴിച്ച് നോക്കി ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഒരു 1/4 കപ്പും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിതിൽ മൊത്തം 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്, അതായത് തേങ്ങാപ്പാൽ. പക്ഷെ തേങ്ങയുടെ അളവ് കൂട്ടരുത് കേട്ടോ. 1 കപ്പ് തന്നെ മതിയാകും. തേങ്ങയുടെ അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പം അത്ര കറക്റ്റായിട്ട് കിട്ടില്ല. അതങ്ങ് ക്രിസ്പിനെസ് ഇല്ലാതെയായിപ്പോവും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. അതങ്ങ് വെതറിയാൻ ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. ഇത്രയും ബാക്കിയുണ്ട് തേങ്ങാപ്പാൽ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ ഇരിക്കട്ടെ. ഒരു അരമണിക്കൂർ വരെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. നമ്മൾ ഈ അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ നാടൻ പലഹാരമല്ലേ, ഒരുപാട് കുഴിഞ്ഞ പാത്രം എടുക്കുന്നതിൽ കുറച്ചൊന്ന് പരന്ന പാത്രം എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. കാരണം അച്ചപ്പം ഉണ്ടാക്കി നമ്മുടെ അച്ചും എപ്പോഴും ചൂടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിനുള്ള സ്പേസും കൂടെ കണക്കാക്കിയിട്ട് വേണം പാത്രം എടുക്കാനായിട്ട്. പിന്നെ അച്ച് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിലുള്ള വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അച്ച്. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ അച്ചാണ്. അപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിലും അല്ലെങ്കിലും തലേ ദിവസം തന്നെ നമ്മൾ എണ്ണ നന്നായിട്ട് പുരട്ടി വെക്കണം. ഇനി ഇൻ കേസ് അങ്ങനെ എണ്ണ പുരട്ടി വെക്കാൻ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ഒരു 2 മണിക്കൂറൊക്കെ മുമ്പ് ഇതുപോലെ ചെറിയ കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഈ അച്ചും അതിനകത്ത് ഇട്ടും അങ്ങ് ചൂടാക്കിയിട്ട് അവിടെ വെച്ച് എന്നിട്ട് പിന്നെ വേണം നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് ഈ എണ്ണ അങ്ങ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചൂടാക്കിയ എണ്ണ ഉപയോഗിക്കാൻ മടിയില്ലെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അച്ചിന്നൊക്കെ പെട്ടെന്ന് വിട്ട് കിട്ടും. അപ്പോൾ നോൺ സ്റ്റിക്ക് ആണെന്ന് വെച്ച് ഇതുപോലെ എണ്ണ തേക്കാതെ വെച്ച് കഴിഞ്ഞാൽ കിട്ടാൻ ഇച്ചിരി പാടാണ് കേട്ടോ. ഇപ്പോൾ അച്ച് 2 മണിക്കൂറായി ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ചൂടാക്കുന്ന എണ്ണയിലോട്ട് അച്ചിട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ചൂടായിട്ട് വരണം അച്ച്. അപ്പോൾ അത് ചൂടായിട്ട് വരട്ടെ. ആ സമയത്ത് നമുക്ക് മാവൊന്ന് വേറൊരു പാത്രത്തിലേക്ക് കുറച്ചങ്ങ് എടുക്കാം. അപ്പോൾ ഇങ്ങനെ എടുത്തു വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അച്ച് ഇങ്ങനെ ചൂടായ അച്ചാണ് നമ്മൾ മാവിൽ മുക്കുക. അപ്പോൾ ഈ മൊത്തം മാവിൽ അങ്ങ് മുക്കി മാവിൻ്റെ ടെക്സ്ചർ തന്നെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ നമ്മൾ കുറച്ച് പാത്രത്തിലെടുത്തിട്ട് അതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ അപ്പമായിട്ട് ഉണ്ടാക്കാനും എളുപ്പമാണ്. മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറിപ്പോവുകയില്ല. അപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ചൂടായിട്ട് എണ്ണ തിളച്ച് വരുന്നുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അത് അച്ചിങ്ങെടുത്ത് നമ്മുടെ പാത്രത്തിലെടുത്ത് മാറ്റിയ ബാറ്ററിനകത്തോട്ട് മുക്കിയിട്ട് നമുക്ക് നേരെ ഉടനെ തന്നെ എണ്ണയിലോട്ടങ്ങ് വെച്ച് കൊടുക്കാം. വെച്ചതിന് ശേഷം ഇളക്കമൊന്നും വേണ്ട, അനക്കാതെ അവിടെ തന്നെ വെച്ചാൽ തന്നെ അങ്ങ് ഊർന്ന് പോയിക്കോളും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടും വിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് ആ സൈഡിലൊന്ന് തട്ടി കൊടുത്താൽ മതി അച്ച്.
അപ്പോൾ അത് വന്നിട്ടുണ്ട്. നമ്മൾ അച്ച് പുറത്ത് വയ്ക്കരുത്, എണ്ണയിൽ തന്നെ കിടക്കട്ടെ. ഇപ്പോൾ മാവിൽ മുക്കിയതുകൊണ്ട് അച്ച് പിന്നെയും തണുത്തിട്ടുണ്ടാവും. അപ്പം അച്ച് പിന്നെയും ചൂടാവണം. ചൂടായതിന് ശേഷം മാവിൽ ഒന്നുകൂടെ മുക്കി കൊടുക്കാം. അപ്പോൾ ചൂടായിട്ടുണ്ട്, നമുക്ക് ഒന്നുകൂടെ മുക്കിയിട്ട് അടുത്ത അച്ചപ്പം കൂടെ ഉണ്ടാക്കാം. അപ്പോൾ മാവിൽ മുക്കുന്ന സമയത്ത് നല്ലൊരു ശീന്നൊരു ഒച്ച ഉണ്ടാവും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അത് ആ ചൂട് തണുപ്പിലോട്ട് മുക്കുമ്പോൾ ഉള്ള ഒരു ഒച്ചയാണ്. അത് വരണം. അതാണ് അച്ച് ചൂടായി എന്നറിയാനുള്ള കറക്റ്റ് പാകം. പിന്നെ അച്ച് ബാറ്ററിൽ മുക്കുന്നത് മുഴുവനായിട്ട് മുക്കരുത്, അരഭാഗം അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തോളം മുക്കാം. മുഴുവനായിട്ട് മുക്കിയിട്ടുണ്ടെങ്കിൽ മുകളിൽ മുഴുവൻ മാവായി പിന്നെ അതിൻ്റെ വിലന്ന് പറഞ്ഞു വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഇട്ട സമയത്ത് മറ്റേ അച്ചപ്പം ഇങ്ങോട്ട് വന്നിട്ട് രണ്ടും കൂടെ കൂട്ടിമുട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പതുക്കെ ഒന്ന് അത് അങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം വെച്ചിരുന്നാൽ മതി. എനിക്ക് ക്യാമറയും കൂടെ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നപ്പം അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അത് രണ്ടും അവിടെ ആവട്ടെ. ആ സമയത്ത് നമ്മുടെ അച്ച് അവിടെ സൈഡിൽ അവിടെ ഇങ്ങനെ കിടന്നോട്ടെ, എണ്ണയ്ക്കകത്ത് തന്നെ കിടന്നോട്ടെ. അപ്പോൾ അത് ആദ്യം ഇട്ടത് മൂത്ത് വന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണുള്ളത്. എണ്ണ വല്ലാതെ പുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു അച്ചപ്പം ഒരുപാട് അങ്ങ് ഡാർക്ക് കളറാവണ്ട, ചെറുതായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരുമല്ലോ, ആ സമയത്ത് നമുക്കിങ്ങനെ എടുക്കാം. നേരത്തെ രണ്ടും കൂടെ കൂട്ടി മുട്ടിയതുകൊണ്ട് ഈ രണ്ടാമതിട്ടതിൻ്റെ സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് വിട്ട് വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, അച്ചപ്പം നല്ല പെർഫെക്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ട് അച്ചപ്പം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ, ഒരുപാട് ഡാർക്ക് ആവണ്ട. അപ്പോൾ ഒരു കരിഞ്ഞ ഒരു ടേസ്റ്റിലോട്ട് വരും കേട്ടോ. ആ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഇത് മതി, നമുക്ക് എടുക്കാം. ഇതിപ്പോൾ എടുക്കുന്ന സമയത്ത് വിചാരിക്കരുത് ഒരുപാട് അങ്ങനെ ക്രിസ്പി ആയിട്ടാണ് കിട്ടുന്നതെന്ന്. എടുക്കുമ്പോൾ ചെറുതായിട്ട് ഒരു ചളങ്ങിയതുപോലെയാണ് ഉണ്ടാകുക. അത്രയും അങ്ങോട്ട് ക്രിസ്പിനെസ് തോന്നില്ല. പക്ഷേ അത് നമ്മളിതെടുത്ത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിക്കോളും. അപ്പോൾ അത് ക്രിസ്പി ആവാൻ വേണ്ടി എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ടേക്കരുതെന്ന് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. അടുത്ത അച്ചപ്പവും കൂടെ മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മൾ നോക്കിയാൽ മതി, അപ്പുറത്തെ കിടക്കുന്ന അച്ചപ്പം ആയിട്ടുണ്ട്, അതൊന്ന് എടുക്കുകയാണേ. അതെടുത്ത് നമ്മൾ അരിപ്പയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അടുത്തത് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. അതപ്പോൾ 3 അച്ചപ്പം ആയത് കുറച്ചൊന്ന് എണ്ണ പോയതിന് ശേഷം നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടാൽ നല്ല ക്രിസ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതവിടെ ഇരുന്ന് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ മാത്രം ടിന്നിലിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി. അതുപോലെ നമുക്ക് എല്ലാ അച്ചപ്പവും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ 2-3 പ്രാവശ്യം അച്ച് ഇതിനകത്ത് മുക്കി കഴിയുമ്പോഴത്തേക്കും മാവ് ഒന്ന് കുറച്ചൊന്ന് തിക്കായിട്ടുണ്ടാവും. മോൾ ഭാഗം ഒന്ന് ആ ചൂട് അച്ചല്ലേ വെക്കുന്നത്, അപ്പോൾ ആ ഒരു തിക്കായിട്ടുണ്ടാവും. അപ്പോൾ അത് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷമേ അടുത്തത് ഇടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കുന്ന അച്ചപ്പത്തിൻ്റെ ടെക്സ്ചറൊക്കെ അങ്ങ് മാറിപ്പോകും. പിന്നെ ഓരോ പ്രാവശ്യം അച്ച് മുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. പിന്നെ അത് മാത്രമല്ല, ഈ പാത്രത്തിനകത്ത് അച്ച് മുക്കാനുള്ള പാകത്തിനുള്ള ബാറ്റർ ഉണ്ടായിരിക്കുകയും വേണേ. ഇനിയിപ്പോൾ നമ്മൾ ഈ ബാറ്ററി ഇളക്കി നോക്കുന്ന സമയത്ത് കുറച്ച് തിക്നെസ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നാലും മതി. പിന്നെ ഇടയ്ക്ക് ഇതിൽ പൊടികളൊക്കെ ഒന്ന് കോരി മാറ്റി കൊടുക്കണേ. അപ്പോൾ എടുത്ത് വെച്ച ബൗളിൽ ബാറ്ററി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവൊക്കെ ആകുമ്പോൾ നമുക്ക് റീഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തിക്നെസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, പാൽ ഇച്ചിരി ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. വെള്ളമായാലും മതി. ഇതിപ്പോൾ ഇത്രയും വിശദമായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഭയങ്കര പണിയായിട്ട് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട്. ഉണ്ടാക്കി തുടങ്ങുമ്പോൾ മനസ്സിലാവും, എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് അച്ചപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം 38 അച്ചപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ബാറ്റർ കൊണ്ട്. പിന്നെ പൊടിക്കനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ നമ്മൾ വറുത്ത പൊടി വാങ്ങിച്ച പൊടിയല്ലേ ഉപയോഗിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് പറയാനായിട്ട് പറ്റില്ല. ഓരോ ബ്രാൻഡിനും വ്യത്യാസം ഉണ്ടാവും. ഇതുണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന അച്ചപ്പമാണ്. ക്രിസ്പാന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഹാർഡല്ല, നല്ലൊരു സോഫ്റ്റ് ക്രിസ്പിനെസ്. അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല സുഖമാണ്. നമുക്ക് ജോയൊന്നും വേദനയാകുമൊന്നുമില്ല കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര നൊസ്റ്റാൾജിയാണ് കേട്ടോ ഈ ഒരു അച്ചപ്പം എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ അച്ചപ്പം. പണ്ടത്തെ അതേ ടേസ്റ്റാണ്. നമ്മളിത് വറുത്ത അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയതൊന്നും പറയില്ല. നല്ല നാടൻ രുചി, ആ എള്ളിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചതിൻ്റെ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാൻ പറ്റും. നമുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിക്കുന്ന അച്ചപ്പത്തിന് ഈ ഒരു ടേസ്റ്റേ കിട്ടില്ല. കടയിലൊന്നും അവർക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല, അവർക്ക് അത്രയും ലാഭമൊന്നും കിട്ടുമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ അവരെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പക്ഷേ വീട്ടിലുണ്ടാക്കി തന്നെ കഴിച്ചാലേ ഈ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 1% പോലും ഫെയിൽ ആവില്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും സക്സസ് ആവും. ഇപ്പം ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു അച്ഛന് വിട്ടുവരാനും അങ്ങനെ ചില ഒരു പ്രശ്നമൊക്കെ തോന്നിയെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. പക്ഷേ തീർച്ചയായിട്ടും ശരിയാവും. ഒരു പ്രാവശ്യം ഉണ്ടാക്കി
കൈവിടരുത്, വീണ്ടും ഉണ്ടാക്കുക. ഞാനത് പല പ്രാവശ്യം ഉണ്ടാക്കിയിട്ടാണ് ശരിയായത്. നമ്മൾ ആ ചെയ്ത് അതിൻ്റെ ഒരു നാക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും. ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അച്ചപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു റെസിപ്പിയാണ് അച്ചപ്പം ഇടണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.